നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനം. പെരിന്തൽമണ്ണ ബസാർ തപാൽ ഓഫീസ് പ്രവർത്തനം നിർത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സന്തോഷ് ട്രോഫി ജയത്തോടെ കേരളം തുടങ്ങി. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. ഇന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിച്ചു. വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി സംസ്ഥാനത്തെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ഒറ്റപ്പെടലുകളിൽ നിന്നുള്ള മോചനം, വേദനയിൽ നിന്നുള്ള പരിരക്ഷ, രോഗപീഠയിൽ നിന്നുള്ള മുക്തി, സാന്ത്വന സ്പർശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകം ഇന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിച്ചു. ദീർഘകാല രോഗങ്ങളാൽ നീണ്ടകാലം കിടക്കാൻ വിധിക്കപ്പെട്ട രോഗികളെ ആശ്വസിപ്പിക്കാനും പരിചരിക്കാനും ആശ്രിത കുടുംബത്തിന് താങ്ങ് നൽകാനും ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെ ജനങ്ങളെ പ്രാപ്തരാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായി ഈ ദിനം മാറി. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമൂഹത്തെ പാകപ്പെടുത്താൻ നാം സ്വയം സന്നദ്ധരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. രാവിലെ 9:30 മുതൽ ട്രാഫിക് സ്ക്വയറിൽ വിവിധ പരിപാടികൾ നടത്തപ്പെട്ടു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും സമീപ ആശുപത്രികളിലെ നഴ്സുമാരും പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. 232 ഇനങ്ങളിലായി 11,000 കലാപ്രതിഭകളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്. 7,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയായിരുന്നു കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. ബീച്ചിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കോഴിക്കോടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾക്ക് മിഴിവേകി. ബീച്ചിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ കോഴിക്കോടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ മിഴിവേകി. 18 വേദികൾ, 232 ഇനങ്ങൾ, 14 ജില്ലകളിൽ നിന്നുള്ള 11,000 പ്രതിഭകൾ. കലയുടെ തിരയേറ്റത്തിനാണ് ഇനിയുള്ള ഒരാഴ്ച കോഴിക്കോട് സാക്ഷ്യം വഹിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗം വ്യാഴാഴ്ച നടന്നു. വിവിധ ക്ഷേമ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗം കൗൺസിൽ ഹാളിൽ നടന്നു. മുൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അജണ്ടകൾ അധ്യക്ഷ അറിയിക്കുകയും അതിന്മേൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ചെയ്തു. തുടർന്ന് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സഹായ പദ്ധതി, വിവിധ ധനസഹായം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ എന്നിവയും യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് അധ്യക്ഷത വഹിച്ചു. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. 232 ഇനങ്ങളിലായി 11,000 കലാപ്രതിഭകളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്. 7,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയായിരുന്നു കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. ബീച്ചിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കോഴിക്കോടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾക്ക് മിഴിവേകി. ബീച്ചിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ കോഴിക്കോടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ മിഴിവേകി. 18 വേദികൾ, 232 ഇനങ്ങൾ, 14 ജില്ലകളിൽ നിന്നുള്ള 11,000 പ്രതിഭകൾ. കലയുടെ തിരയേറ്റത്തിനാണ് ഇനിയുള്ള ഒരാഴ്ച കോഴിക്കോട് സാക്ഷ്യം വഹിക്കുന്നത്. ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ജിമ്മിന് ഓവറോൾ കിരീടം. ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ശരീര സൗന്ദര്യ മത്സരത്തിൽ ആതിഥേയരായ പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ജിമ്മിന് ഓവറോൾ കിരീടം. 145 പോയിന്റ് നേടിയാണ് ആതിഥേയർ കിരീടമണിഞ്ഞത്. രണ്ടാം സ്ഥാനം മസിൽ ഫിറ്റ്നസ് പെരിന്തൽമണ്ണയും പവർ ലൈഫ് ജിം വെട്ടം തിരൂരും കരസ്ഥമാക്കി. ഇരുവർക്കും 120 പോയിന്റാണ് ലഭിച്ചത്. 50 ക്ലബ്ബുകളിൽ നിന്നായി 300ഓളം പേർ പങ്കെടുത്തു. പി ശ്രീരാമകൃഷ്ണൻ MLA സമ്മാനദാനം നിർവഹിച്ചു. മുൻ MLA വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സോളാർ ഉൽപ്പന്നങ്ങളെ ആസ്പദമാക്കിയുള്ള ത്രിദിന ക്യാമ്പിന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. സോളാർ ഉൽപ്പന്നങ്ങളുടെ സ്ഥാപനം, പരിപാലനം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ത്രിദിന ക്യാമ്പിന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 3 ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 23 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ സംബന്ധിക്കുന്നത്. അനേർട്ടിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ രാമേന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രോഗ്രാം കോഓർഡിനേറ്റർ സുനിൽ ദാസ്, ജില്ലാ അനേർട്ട് എഞ്ചിനീയർ ജയചന്ദ്രൻ നായർ, PP രാജേന്ദ്രൻ, രാജേഷ് തിരുവനന്തപുരം എന്നിവർ നേതൃത്വം നൽകുന്നു. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ മലപ്പുറം ജില്ല 107 നോട്ട് ഔട്ട്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല എന്ന സ്ഥാനം മലപ്പുറം അരക്കെട്ടുറപ്പിച്ചു. നിലവിൽ 100 പഞ്ചായത്തുകളാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. പുതുതായി 11 പഞ്ചായത്തുകൾ കൂടി രൂപം കൊള്ളുന്നു. എന്നാൽ നിലവിലുള്ള 4 പഞ്ചായത്തുകൾ നഗരസഭകളാകുന്നതോടെ ആകെ പഞ്ചായത്തുകളുടെ എണ്ണം 107 ആയിരിക്കും. വളാഞ്ചേരി, പരപ്പനങ്ങാടി, കൊണ്ടോട്ടി, താനൂർ പഞ്ചായത്തുകളാണ് നഗരസഭകളായി വരുന്നത്. എങ്ങനെയായാലും മലപ്പുറം ജില്ല തന്നെ പഞ്ചായത്തുകളുടെ കണക്കിൽ ഒന്നാം സ്ഥാനത്ത് തുടരും. 107 നോട്ട് ഔട്ട്. മഞ്ചേരിയിൽ ആരംഭിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന്റെ പ്രാഥമിക റൗണ്ട് തുടങ്ങി. വൈകിട്ട് 6:30 കേരളവും ആന്ധ്രയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടങ്ങിവെച്ച അണമുറിയാത്ത ആവേശം കേരളം ആവർത്തിച്ച നിമിഷങ്ങളായിരുന്നു മഞ്ചേരിയിൽ കണ്ടത്. കാൽപന്ത് കളിയുടെ മാസ്മരികത കാലുകളിൽ സന്നിവേശിച്ചപ്പോൾ ആന്ധ്രാപ്രദേശ് കേരളത്തിനു മുമ്പിൽ മുട്ടുമടക്കി. കേരളത്തിന്റെ 6 അടി മണ്ണിൽ ആന്ധ്രയുടെ വിധി എഴുതപ്പെട്ടു. 1/2 ഡസൻ ഗോളുകൾക്കാണ് കേരളം ആന്ധ്രയെ തൂത്തെറിഞ്ഞത്. കേരളത്തിനു വേണ്ടി VT സുഹൈർ ഹാട്രിക് നേടിയപ്പോൾ ഷൈജിമോൻ 2ഉം ഷിബിൽ ലാൽ 1 ഗോളും നേടി. കളിയുടെ തുടക്കം മുതൽ കേരളത്തിന്റെ മുന്നേറ്റമാണ് കണ്ടത്. ഒരിക്കൽ പോലും കേരളത്തിന് ഭീഷണി ഉയർത്താൻ ആന്ധ്രാപ്രദേശിനായില്ല. കേരളത്തിന്റെ മുന്നേറ്റ നിരയുടെ മുമ്പിൽ പതറിപ്പോകുന്ന ആന്ധ്രയുടെ പ്രതിരോധ നിര, കേരളത്തിന്റെ പ്രതിരോധ നിരയുടെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന ആന്ധ്രയുടെ മുന്നേറ്റ നിര, ഇതാണ് ഇന്ന് മഞ്ചേരിയിൽ കണ്ടത്. കളിയുടെ സർവ്വമേഖലകളിലും നിറഞ്ഞ ആധിപത്യം പുലർത്താൻ കേരളത്തിനായി. കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ വിരുന്നു വന്ന സന്തോഷ് ട്രോഫിക്ക് ആവേശം പകരാൻ ജില്ലയിലെ ഫുട്ബോൾ പ്രേമികളുടെ പ്രവാഹം തന്നെയായിരുന്നു. അതിന് കേരളം അവർക്ക് അർഹിച്ച ജയം തന്നെ നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനം. പെരിന്തൽമണ്ണ ബസാർ തപാൽ ഓഫീസ് പ്രവർത്തനം നിർത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സന്തോഷ് ട്രോഫി ജയത്തോടെ കേരളം തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.